ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എഗ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറിയൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് കൂട്ടൊന്ന് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാളയാണ്. വലിയ സവാളയിൽ ഒരേ ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തക്കാളിയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയൊരു പീസാക്കി ഒന്ന് അരിഞ്ഞിട്ട് അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നാലും നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ടല്ല അരച്ചെടുക്കേണ്ടത്. ചെറിയ കൃഷി പോലെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. എന്നാൽ ശരി, പെട്ടെന്ന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണം നമുക്കിത് അരഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ എഗ് റോസ്റ്റ് തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ എഗ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും മതിയാവും. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ഗ്രാമ്പൂ ആണ്. ചെറിയ ഗ്രാമ്പൂൽ ഒരു 3 ഗ്രാമ്പൂ. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടിയാണ്, അതും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഏലക്കയിൽ ഒരു 2-3 ഏലക്കയും കൂടിയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ചെറിയ വെളുത്തുള്ളി അല്ലിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഉള്ളതെങ്കിൽ അത് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് ആവശ്യമില്ല. രണ്ടും കൂടി 1 ടീസ്പൂണാണ്. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. മുഴുവൻ പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്, അതുകൂടിയാണ്. ചെറിയ ജീരകമല്ല, വലിയ ജീരകമാണ്. പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ സവാളയും തക്കാളിയും കൂടിയുള്ള പേസ്റ്റും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ സവാളയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ സാധാരണ എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതിൽ നിന്നും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ സവാളയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് ഈ സമയം വഴറ്റി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മുടെ മസാലയും കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോഴും മാത്രമേ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറും ആ മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഈ കറിയിൽ പിടിച്ചിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത്. അധികം എരിവുള്ള മുളക് പൊടിയല്ല, അതിൻ്റെ പേരിലാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്കിതിൻ്റെ കൂടെ ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്, അതും ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ നമ്മളതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരും. നമ്മൾ ഇതുപോലെ തക്കാളിയും സവാളയും എല്ലാം വഴറ്റിയെടുക്കുന്ന ഈ സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്താൽ മതിയാവും. ഇപ്പം വെള്ളം ചേർക്കരുത്.
ഈ ഒരു രീതിയിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത വെള്ളം എല്ലാം വറ്റിപ്പോയിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത ആ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതിയാവും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം വഴണ്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ചേരുവയാണ് ഒരേ ഒരു കപ്പ് അളവിൽ തേയില വെള്ളം കൂടിയാണ്. വേറെ ഒന്നുമില്ല. 1/2 ടീസ്പൂൺ അളവിൽ തേയിലപ്പൊടി 1 കപ്പ് 1.5 കപ്പ് അളവിൽ വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഇതിലേക്ക് വേറെ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറും തേയിലപ്പൊടി മാത്രമാണ് സാധാരണ നമ്മുടെ ചെന്ന മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന അതേ രീതിയിലാണ് നമ്മൾ ഈ മുട്ട റോസ്റ്റും തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഒരു സ്പെഷ്യൽ കളറും ഒക്കെയാണ് നമുക്കിതിന് വേണ്ടി കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. തേയിലപ്പൊടിയോടുകൂടി ചേർക്കരുത്. അപ്പോൾ അതുകൂടി നമുക്ക് ചേർക്കാം. ഈ ഒരു അളവിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് തേയിലപ്പൊടി ചേർത്തിട്ടുള്ളൂ. ഒരുപാട് കൂടുതലാകരുത്. എങ്കിൽ പിന്നെ തേയിലയുടെ കടുപ്പം ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ ലൈറ്റായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ വരുന്നത് ഈ സമയത്ത്. ഈ തേയിലയുടെ ഈ മിക്സൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ സമയം നമ്മൾ ചേർക്കണം. ഫ്ലെയിം ഞാനിപ്പോൾ കുറച്ച് വയ്ക്കുകയാണ്. നമ്മുടെ എഗ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഒരു തവണ പെട്ടെന്നൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഈ സമയം നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂട് വെള്ളം ചേർക്കാനിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേർക്കാം. നമുക്ക് എത്രത്തോളം മുട്ട വേണോ അതിനാവശ്യത്തിന് എടുക്കാം. പക്ഷേ ഇത്രയും കറിക്ക് ഈ 3 മുട്ട മാത്രം ധാരാളമാണ്. അപ്പോൾ അത് ചേർക്കുകയാണ്. മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മുട്ടയിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചിട്ട് വരണ്ടേ, അതിൻ്റെ പേരിൽ നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് 2 മിനിറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ മുട്ടയിലേക്ക് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് വരും. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം അത്യാവശ്യത്തിന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. നമ്മളിത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഈ പഞ്ചസാര നമ്മൾ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ പുളിപ്പും ആ എരിവും ഒക്കെ നല്ല കറക്റ്റായിട്ടൊന്ന് ബാലൻസായി കിട്ടുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലേക്ക് നമുക്ക് കറികൾ കിട്ടില്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ് നമ്മളൊരല്പം മാത്രം ഇതിലേക്ക് ഈ കറിയിലേക്ക് മാത്രം അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ എഗ് റോസ്റ്റിലേക്ക് മല്ലിയില ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ എഗ് റോസ്റ്റ് നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി എന്തൊക്കെയാണ് ബെസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ഒരാവശ്യവും ഇല്ല. നല്ല ചൂട് അപ്പമാണെങ്കിലോ ചപ്പാത്തിയോ ദോശയോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വളരെ പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.